ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോകണ്ട. അതിന്റെ എല്ലാ ഇതും എന്റെ മുഖത്തുണ്ടായി. ഞാൻ ഭയങ്കര സങ്കടത്തിലുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒന്നാമത് കുറേ വർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. കൂടെ അച്ഛനും അമ്മേനെയൊക്കെ നല്ലോണം മിസ് ചെയ്യാനുണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ഇറങ്ങണ നേരത്താണ് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തോ ഭയങ്കര മനസ്സിക്ക് വല്ലാത്ത ശോകമായിരുന്നു. ഞാൻ അച്ഛനെ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേന്. അച്ഛൻ എന്നോട് എപ്പോഴും എന്തെങ്ങനെയൊന്നും വിടാത്തതുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞു, നീ ഒരു ട്രിപ്പ് പോണ പോലെ പോയാൽ മതി, സന്തോഷമായി പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. നൈറ്റ് എന്തോ 9 മണിക്കെന്തോ ആയിരുന്നു കേട്ടോ ബസ് ഉണ്ടായിരുന്നത്. ഞങ്ങളാണെങ്കിൽ ബസ് എങ്ങാനും ഞങ്ങൾക്ക് കിട്ടാണ്ടിരുന്നാൽ ബ്ലോക്ക് ഉണ്ടെങ്കിലാന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങളൊരു 7 മണി അങ്ങോട്ടായപ്പോഴത്തേക്കിന് ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 10 മണി വരെ അവിടെ നിൽക്കണുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ബാംഗ്ലൂരാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസമാണ്. രാവിലെ ഒരു 7 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ ബാംഗ്ലൂർ ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നോട് അതൊന്നും ചോദിക്കരുത്, കാരണം എനിക്ക് അങ്ങനത്തെ കാര്യമൊന്നും അറിയത്തില്ല. ചെല്ലണ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ചിക്പേട്ടിലോട്ടാണ് കേട്ടോ. ബാംഗ്ലൂർ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ നടന്നാണ് ചിക്പേട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മര്യാദക്ക് പറഞ്ഞത് നമുക്ക് ഊബറൊക്കെ വിളിച്ച് പോകാമെന്ന്. പക്ഷെ ഇവർ പറഞ്ഞ് ഇത്തിരി ഉള്ളെന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വിൽക്കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാ കടകളും ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകേണ്ടിരുന്നിട്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായില്ല, പ്രത്യേകിച്ച് ഞാൻ. പക്ഷെ ആർട്സ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നതല്ല, ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ നിന്നൊന്നും അങ്ങനെ അധികം എടുക്കണ്ട. എനിക്കെൻ്റെ വീട്ടിൽ അമ്മക്കും അച്ഛനും അനിയത്തിക്കും അനിയനും അങ്ങനെ അവർക്ക് മാത്രമുള്ളത് എടുത്താൽ മതി. അപ്പം ഇവരെല്ലാവരും ബാക്കിയുള്ള എല്ലാവരും അവർക്ക് വേണ്ടതെല്ലാം നോക്കി എടുക്കണുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഷൂ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റും പറയാനുണ്ട് കേട്ടോ. ഞങ്ങളൊരു 300ഒക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിക്ക് റേറ്റ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വില കുറച്ച് തരും. പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ ആ വിലയും കെട്ടി നേരെ പോരുകയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കടയുണ്ടായി, അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കൂടെ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയിട്ടും ഉണ്ടായിരുന്നായിട്ട്. ഞങ്ങൾക്ക് നല്ലോണം വിശക്കണുണ്ടായിരുന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. ഞാനാണെങ്കിൽ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. എനിക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിൽക്കാനൊന്നും കഴിയത്തേ ഉണ്ടായില്ല. തുമ്പിയാണ് എന്നെ ഇങ്ങനെ പിടിച്ചേക്കണേ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ആരെങ്കിലും പിടിച്ചിട്ട് പോകാന്ന് ഓർത്തിട്ടായിരിക്കും. തുമ്പിയാണ് എൻ്റെ കൂടെ ഇങ്ങനെ നന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാനും അടിച്ചും തുമ്പിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ബാംഗ്ലൂർ എന്നപ്പോഴത്തേനും ശരവണൻ കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല. ശരവണനെന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ് ശരിക്കും പേര് സംഗീതം. അവനാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോകണം. കാരണം ഞങ്ങൾ 3 പേർക്കും അങ്ങനെ ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. അവൻ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളതുകൊണ്ട് അവൻ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും അറിയാവുന്നതുകൊണ്ട് അവനും കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് 3 പേർക്കും കുറേ സാധനം കിട്ടിയില്ല. ശരവണനും ആടിച്ചനും കുറേ സാധനം കിട്ടി. എനിക്കും തുമ്പിക്ക് ഒന്നും കിട്ടിയില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ വെറുതെ അവിടം വരെ പോയി നടക്കണേന്ന്. അവസാനം ഞാൻ അവിടെ ഇവരിട്ട് വഴക്ക് വെച്ച് എനിക്ക് റൂമിൽ പോകണം, എനിക്ക് ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. കാരണം ഞാനൊന്ന് മുഖം പോലും കഴുകാണ്ടാണ് കേട്ടോ രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് വല്ലായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് നല്ല തിരക്കും കൂടെ കുറേ മണവും ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും സീനൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആകെ സന്തോഷിക്കുന്നത് ഒരു പാവയുടെ കടയിൽ ചെന്നപ്പോഴാണ് കേട്ടോ. 60 രൂപയൊക്കെ ഉണ്ടായുള്ള അവിടെ പാവ. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. ഇവിടെ മൊത്തം ഇങ്ങനെ ഇതൊക്കെ അടിച്ചെടുത്തതാ. സത്യത്തിൽ ഞാനൊരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായില്ല. ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ മൊത്തം നടക്കണേ. എന്നിട്ട് എന്നെയാണെങ്കിൽ ഇങ്ങനെ തുമ്പി അടിച്ച് മാറി പിടിച്ചോണ്ട് നടക്കണേ. എന്നെങ്ങാനും ഇവിടെ കളഞ്ഞിട്ട് വരുവാണെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ എല്ലാത്തിനും ശരിയാക്കും. അതുകൊണ്ടിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഊബർ ബുക്ക് ചെയ്ത് നേരെ റൂമിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ശരവണൻ, ഇതാണ് ആടിച്ച്, പിന്നെ ഫ്രണ്ടിൽ തുമ്പി ഇരിപ്പണ്ടേ. ഞങ്ങൾ നേരേനെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കണ്ട സ്ഥലമൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ ചെന്ന് ഇറങ്ങിയ സ്ഥലം കണ്ടിട്ട് ഞാൻ ശരിക്കൊന്ന് നെട്ടിപ്പോയി. ഇതായിരുന്നു ബാംഗ്ലൂർ എന്ന് ഓർത്തിട്ട്. പക്ഷെ പിന്നെ അങ്ങോട്ടേക്കുള്ള സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തിയപ്പോഴത്തേനും ആടിച്ചും ശരവണനും കൂടി ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിട്ടാണ് ഞങ്ങൾ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാണ്ടിരിക്കണേ. ഇപ്പം എന്തോ 1 മണിക്കെന്തോ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളത്. എനിക്ക് സത്യത്തിൽ ഈ സ്ഥലം കണ്ടപ്പോഴത്തേനും നമ്മുടെ എറണാകുളം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തേക്ക് ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആദ്യം തന്നെ വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറിയിട്ടാ. പിന്നെ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിരിയാണിയുടെ കൂടെ മുട്ടയും കൂട്ടി തിന്നുമെന്ന് അറിയാവുന്നതുകൊണ്ട് അടിച്ച് എനിക്ക് മുട്ടയൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി പോയി കിടന്നുകൊണ്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകണമായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. അതുകൊണ്ടിട്ട് ഞാൻ 4 വെച്ചെടുത്തിട്ട്
വീട്ടിൽ കണ്ടു ഗൈസ്. ശരവണ്ണ അടിച്ചിട്ടേ അത് കഴിഞ്ഞ് ഇവൻ എവിടെ ഞങ്ങളെ കൊണ്ടുപോയെന്ന്. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് പോവാണ്, ഊബർ ബുക്ക് ചെയ്തിട്ട് നിൽക്കാണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഊബർ വന്നു കഴിഞ്ഞ് ഞങ്ങള് നേരെ ആ പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോയത്. ഇവൻ എനിക്ക് ഇവിടെയുള്ള എല്ലാ സ്ഥലവും ഇങ്ങനെ കാണിച്ചു തരാണ്, ഇത് ഇന്നതാണ്, ഇത് ഇവിടെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവൻ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പോണ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ചെല്ലണ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ മഴയായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ആ ലാസ്റ്റ് ദിവസം ഈ ബാണ്ടക്കടയ്ക്കിട്ട് പോകണമെന്ന് മാത്രം മഴ ഉണ്ടായില്ല, അതുകൊണ്ട് സീൻ ഉണ്ടായില്ല. അപ്പൊ തുമ്പിയും ശരവണനും കൂടി മോമോസ് വാങ്ങാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ടുണ്ടായിന്. അവരത് വാങ്ങിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് തരാം, എന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കുട വാങ്ങാൻ അടിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞാണ്ട് ഈ മഴ ഇപ്പൊ തീരും, നമ്മ എന്തിനാ പറഞ്ഞ് വാങ്ങണേന്നൊക്കെ ചോദിച്ചു. പക്ഷെ മഴ മാറിയില്ല, നല്ലോണം മഴ കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോമോസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴ കുറഞ്ഞപ്പോഴത്തേക്കിനും. പിന്നെ കാണുന്ന എല്ലാ കടയിലും കയറി, എന്നിട്ട് 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻസിന് വേണ്ടിയിട്ട്. അതൊക്കെ ആയിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കടയിലും കയറി എല്ലാത്തിന്റെ വിലയൊക്കെ തിരക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഞാൻ എറണാകുളം മേനക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വെച്ച് നോക്കി ഇവിടെ ഇച്ചിരി വില കൂടുതൽ പോലെ എനിക്ക് തോന്നി. പിന്നെ ട്വിസ്റ്റ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന തുണിയെല്ലാം അവിടെ മറന്നു വെച്ചിട്ടുണ്ടാ പോന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഊബർ വന്ന് നോക്കി നിൽക്കണേന്ന്. ഊബർ വന്നപ്പോൾ നേരെ കയറി പോന്നു, പക്ഷെ അതെടുക്കാൻ മറന്നു. ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ മസാല ദോശ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് 11 മണിക്ക് മുമ്പായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാം. പക്ഷേ ഈ 10 മണിക്കാണ് ഞങ്ങൾ മസാല ദോശ വാങ്ങാൻ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം ഫുഡ് കഴിച്ച് ഓടി നടന്ന സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇപ്പോൾ പോണത് രാമചന്ദ്രപുരത്തോട്ടാണ്, അങ്ങനെയാണ് തോന്നുന്നത് ആ സ്ഥലത്തിൻ്റെ പേര്. എനിക്കുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഈ ഒരു ഷോപ്പിലോട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മെറ്റീരിയലൊക്കെ കൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ചവിട്ടി വേണം പോകാനായിട്ട്. ഞാൻ ആദ്യം ഒന്ന് നെട്ടിപ്പോയി, ഇങ്ങനെയൊക്കെ ചവിട്ടി പോകാവോ എന്ന് ഓർത്തു. പിന്നെ ആ ചേട്ടനും ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കിലോ കണക്കിനാണ് കേട്ടോ മെറ്റീരിയൽ കൊടുക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കിലോത്തിന് മെറ്റീരിയൽ കൊടുക്കുന്ന ഷോപ്പുണ്ട്. അങ്ങനത്തെ ഷോപ്പിൽ കയറി അത്യാവശ്യം ലാഭത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ അവിടുന്ന് കുറേ മെറ്റീരിയൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റുള്ള മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ചില കടകളിൽ മീറ്ററിൽ തന്നെ കൊടുക്കണം വർക്ക് നെറ്റൊക്കെ. ഞാൻ കുറേ തപ്പി നടന്നൊരു മെറ്റീരിയൽ ഉണ്ട്, ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കും. അത് ഞാൻ കുറേ തപ്പി നടന്നത്, അതിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിവിടെ 1250 രൂപയായിരുന്നു മീറ്റർ റേറ്റ് വന്നത്. അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കിൽട്ടുള്ള കുറേ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതും ഞാൻ കുറേ തപ്പി നടന്നത്. അതും എനിക്ക് ഇവിടുന്ന് കിട്ടി. അതിന് എനിക്ക് ഇവിടുന്ന് 250 രൂപ മീറ്റർ റേറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പല പല കടകളിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം ഞാൻ വിശദമായിട്ട് എടുത്തില്ല, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു. പിന്നെ ഞാനൊരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ആള് കിലോ കണക്കിനാണ് മെറ്റീരിയൽ എടുക്കണത്. പക്ഷെ ആൾക്ക് നല്ല മെറ്റീരിയലൊക്കെ ആ കടയിൽ നിന്ന് കിട്ടും. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചിട്ട് ആ കടയിൽ തപ്പി കുറേ നടന്നിട്ടുണ്ടായി, പക്ഷെ എനിക്ക് ആ കട കാണാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ഉള്ള എല്ലാ കടയിലും കയറി കിട്ടിയത് മാത്രം എടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്ന. എല്ലാവരുടെയും കയ്യിൽ ഓരോ പണ്ടക്കെട്ട് വെച്ച് ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ തുണിയായിരുന്നു എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നത്. ഇതുപോലെ ഓരോ ബാഗ് വാങ്ങി അതിലാണ് തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഈ ഒരു ബാഗ് ഉണ്ടായിരുന്നത്, ആർട്സിൻ്റെ വലിയൊരു ബാഗ്, കൂടെ ഒരു ബാഗ് ഇതുപോലത്തെ ഒരു ബാഗും ആർട്സിൻ്റെ ഉണ്ടായിരുന്നു. ശരവണ്ടയിലും തുമ്പിയുടെയിലൊക്കെ എൻ്റെ ഈ തുണി ഇങ്ങനെ പിടിക്കാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുറേ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ അന്ന് ഇതുപോലെ പോകണില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും കൂടി ഇതും എല്ലാം കൂടിയിട്ട് കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ടിട്ട് അങ്ങനെ അല്ലാണ്ട് ഉള്ള രീതിക്ക് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഇനിയും വരുന്നുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഇനി വരുമ്പോൾ ഏത് കടയിൽ നിന്നാണ് ഞാൻ എടുത്തതെന്നുള്ളതിൻ്റെ ആ കടയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ മെറ്റീരിയലൊക്കെ. എനിക്ക് വീഡിയോസിനൊക്കെ പറ്റിയ മെറ്റീരിയൽ, പിന്നെ അതുപോലത്തെ ഒക്കെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമുക്ക് വെഡിങ് ഗൗൺ ഫുള്ളായിട്ട് പറ്റിയതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു വന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അത് 2 പേർക്ക് വേണമായിരുന്നു. അത് കസ്റ്റമറിനായിരുന്നു, പക്ഷെ അത് ഇവിടെ ഉണ്ടായില്ല കേട്ടോ. അത് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ബാക്കി ഇതുപോലെയൊക്കെ ഉള്ള കുറേ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും പക്ഷേ കിലോ ആയിട്ടല്ല കിട്ടണത്, നമ്മൾ മുറിച്ച് മീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചില കടകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് മീറ്റർ മുറിച്ചിട്ട് അത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് തന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ പല പല രീതിയിൽ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. കുറേ കടകളും ഉണ്ട് ഇവിടെ. വന്നാൽ പുറത്തൊക്കെ ഇങ്ങനെ വർക്ക് മെറ്റീരിയൽ ഈ അത്യാവശ്യം വലിയ വലിയ കടകളിൽ ഇങ്ങനെ മടക്കി നല്ല ഒരു ചിലുങ്കൂട്ടിലിട്ട് വെച്ചേക്കണ പോലത്തെ മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കണം കാണാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ കാണും, ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കണേന്നിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കടയും കൂടി കണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ
പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായ കുറേ മിഠായിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം കേരളത്തിൽ ഞാൻ അങ്ങനെ കാണാറില്ല. അങ്ങനത്തെ കുറേ മിഠായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഏതോ ഒരു പാർക്കിലോട്ടാണ് പോയത്. പാർക്കിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഞാനിവിടെ എല്ലായിടത്തും പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞാനങ്ങനെ തിരക്കാറില്ല പേരും കാര്യങ്ങളൊന്നും. അപ്പോൾ നേരെ ശരവണൻ ഞങ്ങൾ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. എന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങൾക്ക് ഇനി ബസ്സുള്ളത് 9 മണിക്കാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കണം. ഈ വെയിലത്താണെങ്കിൽ നടക്കാനും വയ്യ. അതുകൊണ്ടിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് ഈ ഒരു സ്ഥലം കണ്ടായിരുന്നു. ഇത് ശരവണൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി, പക്ഷെ ഞാൻ പേര് മറന്നു ഗൈസ്. അപ്പോൾ ഇതും കണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കാണാൻ എനിക്ക് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആഡീസിനോട് ചോദിച്ചായിരുന്നു നമുക്ക് ഗൗണൊക്കെ ഇട്ട് ഇവിടെ വന്ന് വീഡിയോ എടുത്താലാന്ന്. പക്ഷേ ഇത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഗൈസ്. ഇത് വേറെ എന്തോ ഒരു സംഭവമായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ഏറി കെറ്റരുത്. നമ്മുടെ കേരളത്തിലുള്ളതൊന്നും അല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിൽ വന്ന് ഇവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണൊക്കെ ആഡ്സ് അപ്പുറത്തിരുന്ന് ഒളിച്ചിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ആഡ്സും കൂടിയിട്ട് ഇവിടെ കുറേ നേരം ഇരുന്ന് തല്ലും പിടിച്ച് കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നതിന് വന്നെന്നൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആഡിസ് എൻ്റെ ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു തന്നു. ഞാൻ എൻ്റെ ആഡിസിൻ്റെ വീഡിയോ എടുത്തു, പിന്നെ ഞാൻ തുമ്പിക്ക് വീഡിയോ എടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നത് പറ്റണത്തിന് ടൈം ഒരു 8 മണി വരെയൊക്കെ അവിടെ ഇരിക്കാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളത്ത് പാർക്കിലൊക്കെ അങ്ങനെയൊക്കെ ടൈം കുറേ വരെയൊക്കെ ഇരിക്കാമല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ അങ്ങനെ അയക്കുന്ന ഓർത്ത്. പക്ഷേ ഇവിടെ 6 മണി വരെ ഇവിടുത്തെ പാർക്കിലൊക്കെ ഇരിക്കാവുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളണം. പിറ്റേ ദിവസം ഒരു 6 മണി അല്ല ഒരു 8 മണി എന്തോ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഊബറിന് നോക്കിയപ്പോഴത്തേക്കിനും എന്തോ 900 രൂപ എന്തോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ KSRTC ബസ് കയറി വീട്ടിലോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്.